ഹലോ ഗൈസ്. അപ്പൊ ഇപ്പൊ ഇൻസ്റ്റയിൽ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന കുറ്റിപ്പുറത്തുള്ള ചോറും മീനും കഴിക്കാൻ ഞമ്മളും പോയി കേട്ടാ. ഞാനും അളിയനും പെങ്ങളും ആഫിട്ടനും കൂടെയാണ് പോയത്. അപ്പൊ വെള്ളിയാഴ്ച ആയതുകൊണ്ട് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് കരുതിയിട്ടാണ് വെള്ളിയാഴ്ച പോവാന്ന് കരുതിയത് കേട്ടാ. അങ്ങനെ വെള്ളിയാഴ്ച ഉച്ചക്ക് 1:30ക്കാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങണത്. 2 മണിക്ക് അവിടെ എത്തിയട്ടാ. എൻ്റെ പൊന്നു മക്കളെ, അവിടെ എത്തിക്കഴിഞ്ഞപ്പോ ഭയങ്കര തിരക്കായിരുന്നു ട്ടാ. ഇരിക്കാൻ ഇരിക്കാൻ താഴത്ത് സീറ്റ് കിട്ടാത്തോണ്ട് തന്നെ ഞങ്ങള് നേരെ മേലെയാണ് കേറിയിരുന്നത്. താഴത്ത് ഭയങ്കര തിരക്കായിരുന്നു. ഓരോരുത്തരും ഇങ്ങനെ ബാക്കിലിങ്ങനെ ക്യൂ നിക്കായിരുന്നു എണീറ്റ് കഴിഞ്ഞാ അവിടെ ഇരിക്കാൻ വേണ്ടീട്ട്. അപ്പൊ നമ്മള് നേരെ മേലെ കേറി. എനിക്ക് തോന്നുന്നു മേലെ ഇരിക്കണ്ടിലേറെ കുറച്ചുകൂടെ വൈബ് താഴത്തിരിക്കുമ്പളാണ്. കാരണം ഓപ്പൺ ഏരിയ ആയതുകൊണ്ട് നല്ല കാറ്റും കൊണ്ടിട്ട് ആസ്വദിച്ച് കഴിക്കാൻ പറ്റൂട്ടോ. മേലെ നല്ല ചൂടായിരുന്നു. അപ്പൊ അതുകൊണ്ടന്നെ ഇഞ്ഞ് ചൂടായാലും കുഴപ്പമില്ല. ചോറും മീനും കഴിച്ചിട്ടന്നെ പോവുന്ന് കരുതിയിട്ടന്നെയാണ് മേലെ കേറിയിരുന്നത് ട്ടോ. അങ്ങനെ നമ്മക്ക് ഈ ഇലയൊക്കെ ഇട്ട് തന്ന് ആ കൂട്ടാനില് അയിലുള്ള ചമ്മന്തിയും അതേപോലെ അച്ചാറും അടിപൊളിയായിരുന്നു ട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ നമ്മക്കിങ്ങനെ ഇല ഇട്ട് തന്ന കൂട്ടത്തില് നമ്മളെ ചെറുതിനും ഇട്ട് കൊടുത്തിട്ടുണ്ട് ട്ടോ. അപ്പൊ എല്ലാറ്റിന്നും കുറച്ച് ഓന്റെ ഇലയിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മള് ഓർഡർ ചെയ്തിട്ടുള്ളത് അയക്കുറന്റെ 2 പീസും അതേപോലെ കാളാഞ്ചി മീനുമാണ് ട്ടോ. പിന്നെ അതുപോലെ ഇന്നത്തെ വീഡിയോയില് അളിയനെയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യായിട്ടാണ് അളിയന് വീഡിയോയില് വരണെ ട്ടോ. അപ്പൊ ഇന്ന് പിന്നെ അതൊന്നും നോക്കിയില്ല. എല്ലാരെയും അങ്ങട്ട് ഉൾപ്പെടുത്തി. അതിന്റെ ഗ്രേവി നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു ട്ടോ. കാളാഞ്ചി മീന് വല്യ കുഴപ്പൊന്നുല്ല. പക്ഷെ എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് ആക്കൂറ ട്ടോ. ഇതിന്റെ ഗ്രേവി നല്ല എരിവുണ്ട്, നല്ല ചൂടും ഉണ്ട് ട്ടോ. അപ്പൊ ഇതിന്റെ ഗ്രേവി ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു. അടിപൊളിയായിരുന്നു ട്ടോ. അതിന്റെ ഒരു ചെറിയൊരു പീസ് എടുത്ത് ആ ചോറ്ക്ക് ഇങ്ങനെ വെച്ച് അയിന്നുള്ള ബാക്കിയുള്ള കൂട്ടാനും കൂടെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കുഴച്ച് ഇങ്ങനണ്ട് കഴിക്കുമ്പോ വാ! ഉം. നല്ല ടേസ്റ്റ് ആയിരുന്നു ട്ടോ. ഇത് വോയിസ് കൊടുക്കുമ്പോ തന്നെ വായില് വെള്ളം വരുന്നുണ്ട്. പിന്നെ അതിന്റെ തല അതങ്ങ് അളിയന് കൊടുത്തു. അത് ഈ തല കഴിക്കല് എന്താ പറയാ, ഒരു പ്രത്യേക ഒരു രീതിയില് കഴിക്കുവല്ലോ. അത് നന്നായിട്ട് അളിയന് കഴിക്കാൻ അറിയാട്ടോ. അത് നല്ല വെടിപ്പോട് കൂടിയിട്ട് കഴിച്ച് തീർത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ചെറുത് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ അടിപൊളി, യമ്മി, സൂപ്പർ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയാണ് ട്ടോ. ഒരു വക കഴിച്ചിട്ടില്ല. കുറച്ച് പപ്പടം കഴിച്ചു. അതന്നെ. അങ്ങനെ ആ ചോറിന്റെ കൂടെ പായസം കിട്ടുന്നുണ്ട്. എൻ്റെ പൊന്നോ, നല്ല ടേസ്റ്റ് ആയിരുന്നു ട്ടോ. അതിങ്ങനെ ആ ഇലയില് ഇങ്ങനെ ഒഴിച്ച് അതിന്റെ കൂടെ ചെറുപഴവും പപ്പടവും കൂടെ ഇങ്ങനെ കൂട്ടി കുഴച്ചിട്ട് ഇങ്ങനെ കഴിക്കുമ്പോ കിട്ടുന്ന ഒരു സുഖം നല്ല ടേസ്റ്റ് ആയിരുന്നു. അടിപൊളിയായിരുന്നു ട്ടോ അത്. പിന്നെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു മണി അടിക്കാനുണ്ട്. വയറും മനസ്സും നിറഞ്ഞാൽ മണി അടിക്കുവാന്ന് എഴുതിയിട്ടുണ്ട്. അതും അടിച്ചിട്ട് അങ്ങോട്ട് പോകും.